ഉണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ അടുത്ത് പ്രാധാന്യം ഉണ്ടാവും. ഖുർആനാണ്, എൻ്റെ വകയല്ല. ശരിക്കും നമ്മൾ തമിഴ്നാട്ടുകാരാണല്ലോ. ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ നാട് തമിഴ്നാടാണ്. അന്നത്തെ പഴയ തമിഴ്നാട്, ഇന്നത് ശ്രീലങ്കയിലാണ്. ശ്രീലങ്കയിലെ ദജിന എന്ന് പറയുന്ന ഒരു പ്രദേശമാണ് നമ്മളെ വല്യാപ്പ ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ നാട്. ഇമ്മാനെ പറ്റി പറയുകയാണെങ്കിൽ പിന്നെയും സൗദി അറേബ്യയാണെന്ന് പറയാം. ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹ സൗദി അറേബ്യയിലെ ജിദ്ദയിലാണ് സ്വർഗത്തിൽ നിന്ന് വന്നിറങ്ങിയത്. ആദം നബി അലൈഹി ഇസ്ലാം ശ്രീലങ്കയിലെ ദജിന എന്ന് പറയുന്ന പ്രദേശത്താണ്. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ജോലിക്കൊക്കെ അധികം ബംഗാളികളാണ്. അപ്പം നമ്മൾ ബായികൾ എന്ന് വിളിക്കും. അതിന് മുമ്പ് തമിഴ്നാട്ടുകാരാണ് ജോലിക്ക് അധികം ഉണ്ടായിരുന്നത്. അപ്പം നമ്മൾ അണ്ണാച്ചികൾ എന്ന് വിളിക്കും. നാളൊരിക്കൽ ഒരു ജോലിക്കാരനെ അണ്ണാച്ചി എന്ന് വിളിച്ചപ്പോൾ എന്നോട് ഒരാൾ പറഞ്ഞു, നിങ്ങൾ എന്തർത്ഥത്തിലാണ് വിളിച്ചതെന്ന് എനിക്കറിയില്ല, മോശമാക്കാൻ വേണ്ടി വിളിക്കുകയാണെങ്കിൽ ആദം നബി അലൈഹി ഇസ്ലാം തമിഴ്നാട്ടുകാരനാണ് കേട്ടോ. നമ്മളെ വല്യാപ്പ ഒറിജിനൽ തമിഴ്നാട്ടുകാരനാണ്. ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ പരിഹസിക്കപ്പെടുന്നത് രണ്ട് കൂട്ടരാണെന്നാണ്, കളിയാക്കപ്പെടുന്നത് രണ്ട് കൂട്ടരാണ്. ഒന്ന് കുട്ടികളില്ലാത്ത പെണ്ണുങ്ങൾ. ആ മനുഷ്യന്മാരുടെയൊക്കെ എല്ലാം പറ്റൂല, ഒരു കല്യാണത്തിന് പോകാൻ പറ്റൂല, ഒരു സൽക്കാരത്തിന് എല്ലാം പറ്റൂല, എവിടെ ചെന്നാലും കളിയാക്കും. ഓളും മച്ചിയാത്തര അറിയും. അങ്ങനെ കളിയാക്കുകയാണെങ്കിൽ ആയിഷ ബീവിനൊക്കെ കളിയാക്കേണ്ടി വരും. ആയിഷ ബീവിക്ക് കുട്ടികളുണ്ടായിട്ടില്ല, റളിയല്ലാഹു അൻഹ, മുത്തുനബിയുടെ ഭാര്യയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 11 വിവാഹം കഴിച്ചിട്ടുള്ളതിൽ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയിൽ മാത്രമാണ് നബി തങ്ങൾക്ക് മക്കളുള്ളത്. പിന്നെ മാരിയത്തുൽ ഖിബ്തിയ എന്ന ഒരു അടിമ സ്ത്രീയിൽ ഇബ്രാഹിം എന്നൊരു ആൺകുട്ടിയും ഉണ്ടായിട്ടുണ്ട്. അതൊഴിച്ചാൽ ബാക്കി ആരിലും നബി തങ്ങൾക്ക് മക്കളില്ല. പ്രത്യേകിച്ച് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ, ഇസ്ലാമിൽ ആദ്യമായി പ്രഭാഷണം നടത്തിയ സ്ത്രീ ആയിഷ ബീവിയാണ്. ഇസ്ലാമിൽ ആദ്യമായി പ്രസംഗിച്ച പുരുഷൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. ഇസ്ലാമിൽ ആദ്യമായി പ്രഭാഷണം നടത്തിയ സ്ത്രീ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയാണ്. ബാപ്പാൻ്റെ ഗുണം കുറേയൊക്കെ മക്കൾക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. അതാണ് കുടുംബസംഗമത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. ഒരു മനുഷ്യൻ്റെ പ്രത്യേകത പ്രധാനമായും ഓൻ്റെ വാപ്പ തന്നെയാണ്. ഇപ്പം നമ്മളൊരാളെ പറ്റി ചോദിക്കുകയാണെങ്കിൽ, കല്യാണം അന്വേഷിക്കാൻ വേണ്ടി ചെന്നതാണ്, ആദ്യം ചോദിക്കുക ഓൻ്റെ വാപ്പ ആരാന്നാ. അപ്പം ഇങ്ങനെ തലമ ചൊറിഞ്ഞിട്ട് പറഞ്ഞു, വാപ്പപ്പോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്തല്ലാത്തവനാണെന്നാണ്. പിന്നെ ഞാൻ എത്ര വലിയ കാര്യം പറഞ്ഞാലും നമ്മൾ ഉൾക്കൊള്ളൂല, കാരണം വാപ്പല്ലല്ലോ എന്നുള്ളതാണ്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം അവൻ്റെ വാപ്പാനെയാണ്. വാപ്പാൻ്റെ ഗുണം എല്ലാവർക്കും ഉണ്ടാവും എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ ആദ്യത്തെ ഖൽഖ് വാപ്പയാണ്. അതിനെയാണ് അബുൽ ബഷർ എന്ന് നമ്മൾ വിളിക്കുന്നത്, സയ്യിദുന ആദം അലൈഹിസ്സലാം. സ്വർഗത്തിൻ്റെ നടുത്ത വാതിൽ വാപ്പയാണെന്ന് ഹദീസിലുണ്ട്. അൽ വാലിദു ഔസതു അബ്വാബിൽ ജന്ന, സ്വർഗത്തിൻ്റെ നടുവിലെ വാതിൽ വാപ്പയാകുന്നു എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വാപ്പയിലേക്ക് ചേർത്താണ് നമ്മൾ തറവാട് പറയണത്. അപ്പം തറവാടിൻ്റെ മഹത്വം എന്ന് പറഞ്ഞാൽ വാപ്പാൻ്റെ മഹത്വമാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, അന ഫീ മില്ലത്തി അബി ഇബ്രാഹിം, ഞാൻ എൻ്റെ വാപ്പയായ ഇബ്രാഹിമിൻ്റെ മാർഗത്തിലാകുന്നു. ഞാൻ ഫീ മില്ലത്തി മാർഗത്തിലാണ്, അബി എൻ്റെ വാപ്പയായ ഇബ്രാഹിം ഇബ്രാഹിമിൻ്റെ മാർഗത്തിലാണ്. നല്ലൽക്ക് അർത്ഥം വെക്കുകയാണെങ്കിൽ കേട്ടോ, നമ്മളെ ചട്ടിപ്പറമ്പ് ഭാഷയിൽ ഇത് അർത്ഥം വെച്ചാൽ ഇങ്ങനെയല്ല അർത്ഥം. അനഫി മില്ലത്തി അബി ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എൻ്റെ വാപ്പ ആരാന്നറിയാൻ എനിക്ക് ഇബ്രാഹിമാണ്, ആലോചിച്ച് കളിച്ചോളുണ്ടു എന്നാണ് ശരിക്കും അതിൻ്റെ നമ്മളെ മലപ്പുറം ഭാഷയിൽ അർത്ഥം വെച്ചാൽ കിട്ടുക. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം അവൻ്റെ വാപ്പയാണ്. ഇതാണ് ഈ കുടുംബസംഗമത്തിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞ്. കുടുംബസംഗമത്തിന് കുറേ കുഴപ്പങ്ങളുണ്ട് കേട്ടോ, പക്ഷെ അത് ഞാൻ ഇവിടെ പറയില്ല. അത് ഞാൻ മഹല്ല് കുടുംബസംഗമം എന്നൊരു പരിപാടി ഉണ്ട്, അവിടെ പറയും കുഴപ്പം. ഇവിടെ ഗുണേ പറയാൻ പറ്റുള്ളൂ, അവിടെ പിന്നെ കുഴപ്പം പറഞ്ഞതിന് കുഴപ്പമില്ലല്ലോ, അതുകൊണ്ട് അവിടെ പറയും. ഇവിടെ ഗുണങ്ങൾ മാത്രമാണ് പറയണത്. എന്നാലും കുഴപ്പത്തിലേക്കൊരു സൂചന ഞാൻ പറയും. കുടുംബസംഗമത്തിന് 1-2 കുഴപ്പങ്ങളുണ്ട്. ഒന്നെന്താ വെച്ചാൽ, കാണൽ ഹറാമായവർ പരസ്പരം കാണാനും തൊടൽ ഹറാമായവർ പരസ്പരം തൊടാനും ഒന്നിച്ചിരുത്തി ഭക്ഷണം കഴിക്കാനും ഒക്കെ കുടുംബസംഗമങ്ങൾ പ്രചോദനമാകാറുണ്ട്. അതൊരു കുഴപ്പമാണ്. രണ്ടാമത്തെ കുഴപ്പം, പള്ളി കമ്മിറ്റിക്ക് തിരഞ്ഞെടുപ്പ് ഉണ്ടാകുമ്പോഴും മദ്രസ കമ്മിറ്റിക്ക് തിരഞ്ഞെടുപ്പ് ഉണ്ടാകുമ്പോഴും പഞ്ചായത്തുക്ക് തിരഞ്ഞെടുപ്പ് ഉണ്ടാകുമ്പോഴും
കുടുംബത്തിൻ്റെ പേരിൽ അവകാശവാദം ഉന്നയിക്കുകയാണെങ്കിൽ, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി കുടുംബത്തെ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ബിരിയാണിയുടെ പൈസ പോയി കിട്ടും എന്നുള്ളതല്ലാത്ത ഗുണമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ കുറേ കുഴപ്പങ്ങളുണ്ട്. പക്ഷെ നമ്മൾ ഗുണങ്ങളിലേക്ക് വരാം. ഒന്നൊരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം അവൻ്റെ പിതാവാണ്. അതിനെ തിരിച്ചറിയാൻ പറ്റും എന്നതാണ് ഗുണം. എൻ്റെ വാപ്പാനെ എനിക്കറിയൽ നിർബന്ധമില്ല. അറിയണം, അറിഞ്ഞില്ലെങ്കിൽ ഒന്നിനും പറ്റില്ല, വേറെ കാര്യം. പക്ഷെ നിർബന്ധമുള്ളൊരു കാര്യമല്ല അത്. എന്നാൽ എൻ്റെ വാപ്പാനെ എനിക്കറിയാം. അബൂബക്കർ മുസ്ലിയാർ എന്ന് പറഞ്ഞ ആളാണ് എൻ്റെ വാപ്പ. വാപ്പാൻ്റെ വാപ്പാനെ അറിയൽ നിർബന്ധമില്ല, സംഗതി അറിയാം. അഹമ്മദ് മുസ്ലിയാരാണ്. അഹമ്മദ് മുസ്ലിയാരുടെ വാപ്പാനെ അറിയൽ എനിക്ക് നിർബന്ധമൊന്നുമില്ല. കമ്മു മുസ്ലിയാരാണ്. കമ്മു മുസ്ലിയാർ എൻ്റെ 50 വാപ്പാരെ പേര് എനിക്കറിയും. കാണാതെ അറിയുന്നതല്ല, നോക്കിയിട്ട് അറിയുന്നതാണ്. അപ്പോൾ ഒരു മനുഷ്യന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അവരുടെ വാപ്പാൻ്റെ പേര്. 50ാമത്തെ വാപ്പാൻ്റെ പേര് എനിക്കറിയാം, എഴുതി വെച്ചിട്ടുണ്ട്, നോക്കിയാൽ അറിയാം. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം വാപ്പാൻ അറിയലാണ്. പക്ഷെ നിർബന്ധമില്ല. എന്നാൽ നിർബന്ധമുള്ളൊരു അറിയലുണ്ട്. മുഹമ്മദ് നബിയുടെ വാപ്പാൻ്റെ പേരറിയൽ നിർബന്ധമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു വാപ്പാൻ്റെ അല്ല, 20 വാപ്പാൻ്റെ പേരറിയണം, അല്ലെങ്കിൽ ഇമ്മല്ല. മുഹമ്മദ് നബിൻ്റെ ഒരു വാപ്പാൻ്റെ പേരറിഞ്ഞാൽ പോരാ. അബൂഹു അബ്ദുല്ലാഹി അബ്ദുൽ മുത്തലിബ് വഹാഷിമുൻ അബ്ദു മനാഫിൽ മുൻതസിബ് ഖുസൈ കിലാബുൻ മുറത്തുൻ കഅബുൽ ലുഗൈ ഗാലിബ് ഫിഹ്റും മാലികുൻ നദറുൻ ഖൈ കിനാനത്തുൻ ഹുസൈമത്തുൻ വ മുദ്രിക ഇല്യാസു സുമ്മ മൂളറുക്കും മുദ്രിക നിസാറുഹും വഅദ്ദുഹും അദ്നാനു തർതീബും ആതാബിഹി തിബിയാനു. നബിൻ്റെ 20 വാപ്പാരായി. നിർബന്ധമാണ്, സുന്നത്തല്ല കേട്ടോ. നബി തങ്ങളുടെ 20 വാപ്പാരെ പേരറിയൽ നിർബന്ധമാണ്, സുന്നത്തല്ല. വേണമെങ്കിൽ അറിയാമെന്ന് വെച്ചിട്ട് കാര്യമില്ല. ഇഞ്ഞിപ്പം എന്താ കാട്ടുക? മദ്രസയിലെ ബുക്കിലുണ്ട് നബി തങ്ങളുടെ 20 വാപ്പാരെ പേര്. ഞാൻ അറിയാൻ എന്താ കാട്ടുക? മദ്രസയിലെ ബുക്കിലുണ്ട്, 4ാം ക്ലാസ്സിലെ കുട്ടികളെ ബുക്കിലുണ്ട്, നോക്കി പഠിച്ചെന്നെ. എല്ലാം എന്താട്ട? നമ്മുടെ വാപ്പാരെ പേര് നമുക്കറിയൽ നിർബന്ധമല്ല, വല്ലിപ്പാൻ്റെ പേര് അറിയൽ നിർബന്ധമല്ല. നിർബന്ധമായും അറിയേണ്ട വാപ്പുണ്ട്, അത് മുഹമ്മദ് നബിയുടെ വാപ്പയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാപ്പാൻ്റെ വാപ്പയാണ്. അബ്ദുള്ള, അബ്ദുൽ മുത്തലിബ്, ഹാഷിം, അബ്ദു മനാഫ്, ഖുസൈ, കിലാബ്, മുറത്ത്. മുറത്തിലേക്കാണ് എൻ്റെ വാപ്പെത്തുക. മുറത്തിലേക്കാണ് എൻ്റെ വാപ്പെത്തുക. അതാണ് ഞാൻ പറഞ്ഞത് 50 വാപ്പാരെ പേര് എനിക്കറിയുമെന്ന് പറഞ്ഞത്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ വാപ്പാരെ പേരറിയാന്നുള്ളത് വളരെ നിർബന്ധമായ, വളരെ അനിവാര്യമായ കാര്യമാണ്. നമ്മളെ വാപ്പാരൊക്കെ നമ്മൾ പഠിച്ചു സുന്നത്ത്. നിർബന്ധമുള്ള വാപ്പാരെ പഠിച്ചിട്ടില്ലെങ്കിൽ പറ്റൂല. അതിനെൻ്റെ ഈ ക്ലാസ് കാരണമാവണം. പഠിക്കൽ നിർബന്ധമായ വാപ്പുണ്ട്, അത് മുഹമ്മദ് നബിയുടെ വാപ്പയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 20 വാപ്പാരെ പഠിച്ചിരിക്കണം. മദ്രസയിലെ 4ാം ക്ലാസ്സിലെ ബുക്കിലുണ്ട്, പഠിച്ചേ പറ്റൂ, വേറെ അഡ്ജസ്റ്റ്മെൻറ്റും ഇല്ല. അപ്പോൾ മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറയുന്നത് അവൻ്റെ വാപ്പയാണ്. വാപ്പാൻ്റെ സ്വഭാവമാണ് മക്കൾക്ക് ഉണ്ടാകുക എന്നാണ്. വാപ്പാൻ്റെ അൽ വലതു സിറു അബിഹി എന്നാണ്. മകൻ വാപ്പാൻ്റെ സ്വകാര്യമാകുന്നു എന്നാണ്. നമ്മളൊക്കെ നാട്ടിൽ റബീഉൽ അവ്വൽ 12-ന് നബിദിന പരിപാടി ഉണ്ടാവും. റബീഉൽ അവ്വൽ 12-ന് നബിദിന പരിപാടി ഉണ്ടാവുമ്പോൾ നബിദിന പരിപാടിയിൽ 3ാം ക്ലാസ്സിലും 4ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലൊക്കെ ഫസ്റ്റ് കിട്ടിയ കുട്ടികൾക്ക് സമ്മാനം കിട്ടും. ഇനിയിപ്പോൾ ഇവിടെ ആ സമ്മാനം കൊടുന്ന് വെച്ചിട്ടുണ്ട്. എൻ്റെ പ്രസംഗം കഴിഞ്ഞാൽ അതിവിടെ വിതരണം ചെയ്യും, സമ്മാനങ്ങൾ കിട്ടും. എന്തെങ്കിലുമൊക്കെ കാരണം ഹാഫിളായതിന്, അതുപോലെ 10ാം ക്ലാസ് പാസ്സായതിന്, ഡോക്ടറേറ്റ് കിട്ടിയതിന്, ഡിഗ്രി കഴിഞ്ഞതിന്, +2 പാസ്സായതിന്, അങ്ങനെയൊക്കെയുള്ള സമ്മാനങ്ങൾ ഉണ്ടാവും. അപ്പോൾ റബീഉൽ അവ്വൽ 12-ന് 5ാം ക്ലാസ്സിൽ ഫസ്റ്റ് കിട്ടിയതിന് സ്റ്റേജുമ്മ കയറിയിട്ട് കുട്ടി സമ്മാനം വാങ്ങുമ്പോൾ സദസ്സിലിരുന്നിട്ട് വാപ്പ പറയും, ഇൻ്റെ ചെറുക്കനാണത്, 3ാമത്തോൻ ഹാഷിം, ഇൻ്റെ മാതിരി പഠിക്കാൻ ആള് സൂപ്പറാണ് എന്ന് പറയും. അതേ കുട്ടിക്ക് കുരുത്തക്കേട് കാട്ടിയിട്ട് അങ്ങാടിയിൽ നിന്ന് ആൾക്കാരിൽ നിന്ന് അടി കിട്ടുമ്പോൾ വാപ്പ പറയും, ഓൻ്റെ കൂട്ടുകെട്ടൊക്കെ മോശമായതുകൊണ്ടാണ്. നല്ല എൻ്റെ ചെറുക്കനായതുകൊണ്ട് തന്നെയാണ്. റബീഉൽ അവ്വൽ 12-ന് സമ്മാനം വാങ്ങിയത് എൻ്റെ ചെറുക്കനായതുകൊണ്ടാണെങ്കിൽ ആൾക്കാരുടെ നിന്ന് പെരടിക്ക് നോക്കിയിട്ട് അടി കിട്ടിയതും എൻ്റെ ചെറുക്കനായതുകൊണ്ട് തന്നെയാണ്. അൽ വലതു സിറു അബിഹി.
മകൻ വാപ്പാന്റെ സ്വകാര്യമാണ്. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? വാപ്പ സ്വകാര്യത്തിൽ ചെയ്യുന്നത് മകൻ പരസ്യമായിട്ട് ചെയ്യും. വാപ്പ ആരും കാണാതെ ചെയ്യണത് മകൻ പരസ്യമായി ചെയ്യുമെന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. മാതാപിതാക്കളുടെ സ്വകാര്യമാണ് യഥാർത്ഥത്തിൽ മക്കൾ എന്ന് പറയുന്നത്. 4ാം ക്ലാസ് പഠിക്കണ സ്കൂളിൽ അല്ലെങ്കിൽ 4ാം ക്ലാസ് മദ്രസയിൽ പഠിക്കുന്ന ഒരു കുട്ടി അടുത്തിരിക്കണ കുട്ടിനെ 4 കാലും വാലും ഉള്ള ചോന്ന സാധനമുള്ള ചോന്ന നിറമുള്ള റോട്ടിൽ കൂടെ മണ്ടണ സാധനത്തിൻ്റെ പേര് വിളിച്ചു എന്ന് വിചാരിക്കുക. 4ാം ക്ലാസ് പഠിക്കണ കുട്ടി അടുത്തിരിക്കണ കുട്ടിനെ 4 കാലും വാലും ഉള്ള ചോന്ന സാധനത്തിൻ്റെ പേരാണ് വിളിച്ചു. എന്നാൽ ഉറപ്പാണ് ഒന്നുകിൽ വാപ്പ ഉമ്മാനെ വിളിച്ചത് കേട്ടതാണ്, അല്ലെങ്കിൽ ഉമ്മ വാപ്പനെ വിളിച്ചത് കേട്ടതാണ്. അപ്പോൾ അവിടെ കിട്ടി. ഇതാണ് അൽ വലതു സിറു അബിഹി എന്ന് പറഞ്ഞത്. ഇമ്മാൻ്റെയും വാപ്പാൻ്റെ അടുത്ത് ഉള്ളതല്ലാതെ വേറെ ഒന്നും മക്കളുടെ അടുത്ത് ഉണ്ടാവില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു